ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതെ, എൻ്റെ ജ്വല്ലറീസ് വളരെ കുറച്ച് ജ്വല്ലറീസ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് പേര് കമന്റ് ബോക്സിൽ വന്നിട്ട് ജ്വല്ലറിയും സാരിയും കാണിക്കുമോ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള വളരെ കുറച്ച് കളക്ഷൻസ് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഞാൻ അധികം കൊണ്ടുവയ്ക്കാറില്ല. ഇവിടെ റൂമിലുള്ള സ്പേസ് കുറച്ച് കുറവ്, അപ്പം ഞാൻ ബാക്കിയൊക്കെ എൻ്റെ വീട്ടിലാണ് വെക്കുക. അപ്പം ഞാൻ വളരെ കുറച്ച് എൻ്റെ അടുത്ത് ഇവിടെയുള്ള സാധനങ്ങൾ നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഞാനിത് ഇങ്ങനെ ഓരോന്നും ഇതുപോലെ കണ്ടെയ്നേഴ്സിൽ ബോക്സിലാക്കിയിട്ടാട്ടോ സൂക്ഷിച്ച് വെക്കാറ്. അതിങ്ങനെ വെച്ചോടത്തിരിക്കുമല്ലോ, ഇളകൊന്നുമില്ലല്ലോ. നമ്മളിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമ്പോഴാണ് ഇത് ഡാമേജ് ആവുകയൊക്കെ ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള വളരെ കുറച്ചധികം പഴക്കമുള്ളൊരു മാല കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ തന്നെ ജുംക്കേട്ടോ, ഇത് ഈ ഭരതനാട്യത്തിന്റെ ഒക്കെ ഒരു സ്റ്റൈലില്ലേ. ഇതിന് കമ്മല് മാത്രമല്ല, ഇങ്ങനെ ഇങ്ങോട്ട് വരുന്ന മാട്ടിയില്ലേ, അതൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ ഇവിടേക്ക് കൊടുത്തില്ല, അതൊക്കെ എൻ്റെ വീട്ടിലാണ്. ഫസ്റ്റ് ചെയിൻ വന്നിട്ട് എങ്ങനെയാട്ടോ, ഇത് ഞാൻ ഏതോ ഒരു സാരിയുടെ കൂടെ ഓൾറെഡി ഏതൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേ പെയർ ചെയ്യുന്നത് ഫസ്റ്റ് ഈ ഒരു മാലയാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇത് നമ്മള് ഒരു എന്താ പറയാ, ഒരു തമിഴ് ലുക്കൊക്കെ കിട്ടും ഇത് ഇടുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മാല. അതിന്റെ കൂട്ടത്തിൽ അതിന്റെ ജുംക്ക ഉണ്ട്, അതിന്റെ ജുംക്ക വന്നിട്ടുണ്ട്. ഞാൻ ഈ കമ്മൽ ഊരിവെക്കണം, അപ്പോൾ എനിക്കിത് ഇട്ട് കാണിച്ച അല്ലെങ്കിൽ ജസ്റ്റ് വെച്ച് കാണിച്ചു വരുമ്പോഴേക്കും അതിന്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. അപ്പൊ ഇതാട്ടോ അതിന്റെ ജുംക്ക, നല്ല ഭംഗിയില്ലേ. ഞാൻ എന്തായാലും എന്റെ ക്ലോസ് വീഡിയോ കാണിക്കാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ജ്വല്ലറി. മാലയും അതിന്റെ കമ്മലും ഉണ്ട് കേട്ടോ. ഞാൻ അതുപോലത്തെ ഒരു സിപ്പ് ലോക്ക് കവറിലാണ് മിക്കവാറും എൻ്റെ മാലകളും കമ്മലുകളും ഒക്കെ ഇട്ട് വയ്ക്കുക. അപ്പൊ പിന്നെ ഡാമേജ് ആവില്ല. ഇതിനും എന്തായാലും ഒരു 3 ഞാൻ ഒരു തവണ ചേച്ചിയുടെ കൂടെ ഗുരുവായൂർ എന്തിനോ പോയപ്പോൾ മേടിച്ചതാണ്. അവിടുത്തെ പ്രിയങ്ക ജ്വല്ലറിന്ന് മേടിച്ചതാട്ടോ. ഞാൻ ഗുരുവായൂർ പഠിച്ച ആളാണ്, അതായത് ഗുരുവായൂർ ഫ്ലവർ കോളേജിലാണ് ഞാൻ പഠിച്ചതൊക്കെ. അപ്പോൾ അതിന് ഗുരുവായൂർ തൊട്ടുമിക്ക കടകളും അമ്പലത്തിന്റെ സൈഡിലുള്ള കടകളൊക്കെ എനിക്ക് അറിയാം. അപ്പോൾ പ്രിയങ്ക ജ്വല്ലറി അതെ പ്രിയങ്ക ജ്വല്ലറി എന്ന് പറഞ്ഞൊരു കടയുണ്ട് അവിടെ. ഒട്ടുമിക്ക ആളുകളും ഈ ഒരു കമ്മൽ ഒരിക്കലെങ്കിലും ഇട്ടിട്ടുണ്ടാവും നമ്മുടെ ഡാൻസ് പരിപാടികൾക്കൊക്കെ സ്കൂളിൽ. പക്ഷെ ഇതെൻ്റെ അടുത്ത് സ്വന്തമായിട്ടുള്ളതാട്ടോ, വാടകയ്ക്ക് എടുത്തതൊന്നുമല്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഗുരുവായൂർ പ്രിയങ്ക ജ്വല്ലറിന്ന് മേടിച്ചതാണ്. പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മളൊരു കോട്ടൺ ചെട്ടിനാട് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ കോട്ടൺ സാരികൾക്കൊക്കെ നല്ല ഭംഗി ഉണ്ടാവും ഈ ഒരു ജ്വല്ലറി. എനിക്ക് ഭയങ്കര പേഴ്സണലായിട്ട് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഒരു മാലയാട്ടോ അത്. പക്ഷെ ഇത് വളരെ എന്താ പറയുക, ഒരു നോർമൽ മാലയാണ്. സാധാരണ നമ്മൾ മുത്തൊക്കെ കുറക്കില്ലേ, അതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളൊരു മാലയാണ്. പക്ഷെ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ മാല ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഈ ഡാൻസിൻ്റെ ടൈപ്പ് ഓഫ് മാല എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇത് ഒരു ചോക്കറാട്ടോ. ഈ ചോക്കർ സത്യം പറഞ്ഞാൽ ഞാൻ ഇട്ടിട്ടില്ല, പക്ഷേ എൻ്റെ ഫ്രണ്ട്സിന്റെ മിക്കവാറും ആളുകളുടെ കല്യാണത്തിന് ഇട്ടിട്ട് പഴകി ആയിട്ടുള്ള ഒരു ചോക്കറാണ്. ഞാൻ അതിന്റെ ക്ലോസ് ആയിട്ട് തന്നെ വേറെ കാണിച്ചു തരാം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പൊ ഇത് ഇങ്ങനെ ഇടുന്ന ഒരു ടൈപ്പ് ഓഫ് ചോക്കറാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. പക്ഷെ ഞാൻ ഇതുവരെ ഈ ഒരു ചോക്കർ ഇട്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇട്ട ഫോട്ടോ ഒന്നും എൻ്റെ അടുത്ത് കാണിക്കാറില്ല. ഇതിൻ്റെയൊക്കെ ഏതെങ്കിലും ഇട്ട ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാനത് കൂടെ ആഡ് ചെയ്യാം. നല്ല ഭംഗിയുള്ളൊരു നെക്ക് പീസാണ്. ഇതിന്റെ കമ്മലും ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കാണാൻ എനിക്ക് തോന്നുന്നത് എന്തായാലും 5 വർഷത്തിന്റെ മേലെ ആയിട്ടുണ്ടാവും ഈ സാധനം ഞാൻ മേടിച്ചിട്ട്. ഇത് എനിക്ക് തോന്നുന്നു ആ ട്രെൻഡിങ് ആയിട്ടുള്ള സമയത്ത് ഞാൻ മേടിച്ചത് 300 സംതിങ്ങോ അങ്ങനെ എന്തോ ആണ്. ഇത് സൃഷ്ടി ജ്വൽസ് എന്ന് പറഞ്ഞിട്ടുള്ള നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ജ്വല്ലറി ഇല്ലേ ഇൻസ്റ്റാഗ്രാമിൽ, അവരുടെ പേജിൽ നിന്ന് മേടിച്ചതാണ്. അത് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നോണ്ടാട്ടോ ഇതിന്റെ ഒരു ഡ്യൂറബിലിറ്റി ഇപ്പോഴുള്ളത്. നല്ല ഭംഗിയാണ്. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ അല്ലെങ്കിലും എൻ്റെ ഫ്രണ്ട് വർഷ ഇട്ടിട്ടുള്ള ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടാവും. അവളുടെ കല്യാണത്തിന് അവൾ എന്തായാലും ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടും ഒരുപാട് പേര് കല്യാണത്തിന് കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് 2 ഞാൻ എടുക്കുന്നത് അതേപോലെ തന്നെ പൂട്ടി വെക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അത് വെറുതെ നാശമായി പോകും. നമ്മുടെ പാരമ്പര്യമുള്ള ചെയിൻ്റെ ക്ലോസ് വീഡിയോ ഇതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ പലരും കല്യാണത്തിന് കൊണ്ടുപോയിട്ട് അതിൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ആയിട്ട് കുറച്ച് മങ്ങിയിട്ടുണ്ട്. പക്ഷെ നല്ല തുടച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അത്യാവശ്യം നല്ല എന്താ പറയുക, ഭാഗ്യമുള്ളൊരു മാലയാണ്. എൻ്റെ കഴുത്തിൽ ഇടാനുള്ള യോഗം ഉണ്ടായില്ലെങ്കിലും പലരുടെയും കഴുത്തിൽ കല്യാണത്തിന് കയറാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ള ഒരു മാല കേട്ടോ. എന്തായാലും ഇതാണ് ആ മാലയുടെ ക്ലോസ് വീഡിയോ ചോക്കറിന്റെ. ഞാനിത് ഇട്ടിട്ടില്ല, എനിക്കിത് ഇടുമ്പോൾ എത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടില്ല. ഇനി എന്തെങ്കിലും ഇടാൻ അവസരം കിട്ടുകയാണെങ്കിൽ ഇടാം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഒരുപാട് ആളുകൾ കൊണ്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ ഇട്ടിട്ടുള്ള നിങ്ങളുടെ ഒരു ജ്വല്ലറി ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇനി വീണ്ടും ഒരു നെക്ലേസ് തന്നെയാണ്.
ഈ നെക്ലേസ് ഞാൻ എൻ്റെ കല്യാണത്തിന്റെ തലേന്നിട്ടൊരു നെക്ലേസ് ആണ്. അത് മാത്രമല്ല, ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഞാൻ കല്യാണത്തിന്റെ തലേന്ന് എന്തിടണം എന്നുള്ളൊരു പ്ലാൻ ലാസ്റ്റ് വെച്ച് മാറ്റിയതാണ്. കല്യാണത്തിന് തലേന്ന് സാരി എടുക്കുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. പോത്തീസ് ചെന്നപ്പോൾ അച്ഛൻ ഇഷ്ടമായപ്പോൾ അതെടുക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എനിക്ക് ജ്വല്ലറീസ് ഒന്നും മേടിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് വിശാഖ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ എക്സാം എഴുതാൻ വേണ്ടി കോയമ്പത്തൂർ പോയി. അതായത് നമ്മുടെ കല്യാണത്തിന്റെ 1 or 2 ആഴ്ചയ്ക്ക് മുന്നേ ആ സമയത്ത് വിശാഖ് എനിക്ക് കോയമ്പത്തൂരിന് മേടിച്ചുകൊണ്ട് വന്നുള്ള ഒരു നെക്ലസ് ആട്ടോ. നല്ല ഭംഗിയില്ല കാണാം. ഞാൻ കല്യാണത്തിന്റെ തലേന്ന് ഇതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല ലെങ്ത് ഉണ്ട്. അത് ഇങ്ങനെ കിടന്ന ഒരു ടൈപ്പ് ഓഫ് മാലയാണ്. അതായത് ഇങ്ങനെ ഇടാനാണ് എനിക്കിഷ്ടം. പക്ഷെ അത് അത്യാവശ്യം നീളം കൂടുതലായ കാരണം എങ്ങനെ ഇട്ടാലും അവസാനം ഇത് ഇങ്ങനെ വന്ന് കിടക്കും. അതിന്റെ കൂടെ തന്നെ അതിന്റെ കമ്മലുണ്ട്. ഇതുപോലത്തെ ഒരു ഹാങ്ങിങ്സ് ആയിട്ടുള്ള ഒരു കമ്മലാട്ടോ. സ്റ്റഡ് ഹാങ്ങിങ്സ് വരുന്ന ഒരു കമ്മലാണ്. നല്ല ഭംഗിയുള്ള സെറ്റ് മുണ്ടിന്റെ കൂടെ ഒക്കെ നല്ല ഭംഗിയുണ്ടാവും. കണ്ടോ, ഇതാണ് ഇതിന്റെ കമ്മല്. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നെക്ക് പീസ് ആണ്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തോന്നും. അതുപോലെ തന്നെ ഗോൾഡ് അല്ല എന്ന് പറയൂല. ഞാൻ കല്യാണത്തിന്റെ തലേന്ന് ഇട്ടപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗോൾഡ് ആണോ. പക്ഷെ ഗോൾഡ് അല്ല. ഇത് നല്ല ഭംഗിയുള്ള വേറൊരു പീസാണ്. ഇതാണ് ആ ചെയിൻ്റെ ക്ലോസ് വീഡിയോ. ഒരു ലക്ഷ്മി പെൻഡൻ്റ് ഒക്കെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ജ്വല്ലറിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഇയർ പീസിലും ആ ലക്ഷ്മി ജ്വല്ലറി വരുന്നുണ്ട്. അതിലൊക്കെ ചെറിയൊരു സ്റ്റോൺസ് വരുന്നുണ്ട് കേട്ടോ. കുഞ്ഞ് വൈറ്റ് സ്റ്റോണും പിന്നെ നമ്മുടെ റൂബി സ്റ്റോണും വരുന്നുണ്ട്. പിന്നെ ഇതൊരു കോയിൻ ചെയിനാണ്. അത് ലോങ് ആയിട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഒരു ലോങ് ചെയിനാണ്. അപ്പോൾ ഇതാണ് വിശാഖ് എനിക്ക് കല്യാണത്തിന് മുന്നേ കൊണ്ടുപോകാൻ തന്നത്. ഇത് ഞാൻ കല്യാണത്തിൻ്റെ തലേന്ന് ഇടുകയും ചെയ്തിരുന്നു കേട്ടോ. ഇതിൻ്റെ ഫോട്ടോ ഞാൻ താഴെ അല്ലെങ്കിൽ കൊടുക്കാം. ഇതിട്ടുള്ള ഫോട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം. ഇത് ഒരു ചോക്കറാണോ എന്ന് ചോദിച്ചാൽ ചോക്കറാണ്. അതല്ല ചോക്കറല്ലേ ചോദിച്ചാൽ ചോക്കറല്ല. ഇത് ഞാൻ കല്യാണത്തിന് ചോക്കറായിട്ട് ഇടണം എന്ന് വിചാരിച്ചായിരുന്നു. കല്യാണത്തിന് എനിക്ക് ചോക്കർ ഇടണ്ടായിരുന്നില്ല. ഉള്ളത് തന്നെ ഞാൻ എങ്ങനെ ഇട്ടിട്ട് കല്യാണം കഴിച്ചതെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതൊക്കെ ലാസ്റ്റ് ഇടണ്ടെന്നുള്ള തീരുമാനത്തിലെത്തി. കണ്ടോ, ഒരു ലോട്ടസിന്റെ ഇങ്ങനെ ഓരോരോ സ്റ്റഡ് പോലെ വന്നിട്ടുള്ളൊരു ചോക്കറാണ്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഇതിന്റെ പച്ച എൻ്റെ അടുത്തുണ്ട്. പക്ഷെ പച്ച ആരോ കൊണ്ടുപോയതാണ്, തിരിച്ചെത്തിയിട്ടില്ല സാധനം. അപ്പൊ ഇതാണ് ഒരു ചെയിനായിട്ട് നല്ല ചോക്കർ പോലെ സിമ്പിൾ ആയിട്ടുള്ള ചോക്കറാണ്. സിമ്പിൾ ചോക്കറൊക്കെ ഇടാൻ പറ്റുന്ന ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് ഞാൻ മീഷോന്ന് മേടിച്ചതാണ് കല്യാണവുമായി ബന്ധപ്പെട്ട്. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചോക്കറാട്ടോ. പിന്നെ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാട്ടോ. ഈ ലോട്ടസ് ചെയിൻ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള, എനിക്ക് ഇതിൽ കുറച്ചും കൂടി ഡാർക്ക് പിങ്ക് ആയിട്ടാണ് തോന്നുന്നത്. ലൈറ്റിൽ കുറച്ചും കൂടി ലൈറ്റ് പിങ്ക് ആണ്. പക്ഷെ നല്ല ഭംഗി ഉണ്ടാവും. പച്ച അതുപോലെ തന്നെ അങ്ങനത്തെ ഡാർക്ക് ഷെയ്ഡിന്റെ കൂടെ ഈ ഒരു സാരി കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ സാധനം ചെയ്യുന്ന നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ സെറ്റ് സാരിക്കൊക്കെ നല്ല ഭംഗിയുണ്ടാവും. ഇതിന്റെ സ്റ്റഡും ഇതുപോലെ തന്നെ പീക്കോക്ക് എന്നാ പറയുന്നത്. ലോട്ടസ് തന്നെയാണ്. ഞാൻ അതുകൊണ്ടാണ് പുറത്തെടുക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് താഴെ കമന്റ് ചെയ്തോളൂ. പിന്നെ ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അത് മീഷോന്ന് ഞാൻ മേടിച്ചതാണ്. വളരെ അഫോർഡബിൾ പ്രൈസിൽ 130-140 രൂപ എങ്ങാനും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി. ഞാൻ ലിങ്ക് താഴെ ഷെയർ ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ ഒരു സിപ്പ് ലോക്ക് കവറിൽ തന്നെയാട്ടോ വരുന്നത്. ഒരു നെക്ലേസ് ആണ്. ഇത് നല്ല ഭംഗിയുള്ള നെക്ലേസ് ആണ്. ഇത് ഞാൻ നവരാത്രി സീരീസിൽ ഏതിനോ കൂടെ ഞാൻ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, എന്ത് രസമല്ല കാണാൻ. ഇതൊക്കെ ഗോൾഡ് അല്ല എന്നാരും പറയില്ല. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടോ ഈ സാധനം. ഞാൻ പറഞ്ഞ എൻ്റെ കസിൻ, ഞാൻ വേറെ ഏത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കസിൻ എനിക്ക് കല്യാണത്തിന് കൊണ്ടുവന്ന് തന്നാണ് ഗിഫ്റ്റായിട്ട്. അപ്പോൾ ഇതാണ് ആ ഒരു നെക്ലേസ്. നല്ല ഭംഗിയാണ് കാണാൻ. നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. നല്ല ഹെവി ഒക്കെ ആയിട്ട് ഇടാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇതിട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും. ഞാൻ ഇത് അടുത്ത് തന്നെ ഒരു ദിവസം ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇടാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഇടും. ഇതിൻ്റെ ഒരു ലക്ഷ്മി പെൻഡന്റ് ആണ് വരുന്നത്. അതിലേക്ക് ഗ്രീൻ സ്റ്റോണും അത് റൂബി പിങ്ക് സ്റ്റോണും പെയർ ചെയ്തിട്ടുള്ളൊരു അതാണ് അതിന്റെ ഒരു കളർ കോമ്പിനേഷൻ. നല്ല ഭംഗിയാട്ടോ. നല്ല രസമാണ്. നമ്മൾ ഈ ചെട്ടിനാടല്ല, ആന്റി ഗോൾഡ് ഇല്ലേ, കറക്റ്റ് ആന്റി ഗോൾഡിന്റെ ഫിനിഷിംഗ് ആണ്. ഇതിന്റെ കമ്മല് കണ്ടോ, ഇങ്ങനെ വരുന്നൊരു കമ്മലാണ്. നല്ല ഭംഗിയാട്ടോ. നല്ല ഹെവി ആവോ ഇതിട്ട് കഴിഞ്ഞാൽ. അങ്ങനെ ഒരു ഹെവി ആയിട്ട് ഇടാൻ പറ്റിയൊരു ഫംഗ്ഷൻ വരുമ്പോൾ ഞാൻ എന്തായാലും ഇത് ഏതിലെങ്കിലും ഇത് ഞാൻ പെയർ ചെയ്യും. ഇതാണ് രമ്യ ചേച്ചി കൊണ്ടുപോകാൻ തന്ന മാലയില്ലേ, അതിൻ്റെ ഒരു ക്ലോസ് ആയിട്ടുള്ള വ്യൂ. അതിലും ഈ പോലെ സരസ്വതി ആയിട്ടുള്ള ഒരു പെൻഡൻറ്റും സരസ്വതി ഇയറിംഗ് തന്നെയാണ് വന്നത്. പക്ഷെ ഇതിൻ്റെ ഒരു
സ്റ്റോൺ ഡീറ്റെയിലിംഗ് നോക്കി എന്ത് ഭംഗിയാണെന്ന് അറിയോ, ഒരു AD സ്റ്റോൺ ഡീറ്റെയിലിംഗ് പോലെയാണ്. ഇതും ഈ പറഞ്ഞ ഒരു ആൻറ്റിക് ഫിനിഷിൽ വരുന്ന ഒരു മാല കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല ബ്രൈഡൽ ലുക്കിനൊക്കെ ചേർന്ന് പോകുന്ന നല്ല അടിപൊളിയായിട്ടൊരു ചെയിനാണ്. അത് നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ചെയിനാട്ടോ. പക്ഷെ അന്ന് ഇടാൻ പറ്റിയില്ല, അത് ഭയങ്കര സങ്കടമായിപ്പോയി. ഇനി നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ എന്തായാലും ഇട്ടിട്ട് നമുക്കത് സ്റ്റൈൽ ചെയ്യണേ. അപ്പോൾ ഇതാണ് ഹാരുമാല. ഇത് ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഞാൻ കല്യാണത്തിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. നമ്മളൊരു കല്യാണത്തിന് തലേന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു ധാവണി പോലെ ചെയ്യണമെന്നായിരുന്നു പ്ലാൻ. അതന്ന് നടക്കാഞ്ഞത് കൊണ്ടാണ് ഈ സാധനം ഇടാൻ പറ്റാഞ്ഞത്. പക്ഷെ എന്നാലും നല്ല ഭംഗിയാട്ടോ കാണാൻ. ഇത് രസം നോക്കിയേ, നല്ല ഭംഗിയില്ല കാണാൻ. അങ്ങനത്തെ ഒരു അടിപൊളി ചോക്കറാണ്. ഇതെനിക്ക് തോന്നുന്നു ഇപ്പൊ അതിൻ്റെ അടുത്ത് ആരോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഇതൊരു സെലിബ്രിറ്റി ആർട്ടിസ്റ്റ് അവരുടെ ഒരു ഇൻസ്പയർഡ് ചോക്കർ എന്നൊക്കെ പറഞ്ഞാൽ കുറെ ഇൻസ്റ്റാഗ്രാമിൽ ഇതിന്റെ റീൽസ് കാണാം. ആരായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു? തൃശ്യല്ല, വേറെ ആരോ ഇട്ടിട്ട്, ഏതോ മലയാളം ആക്ട്രസ് തന്നെ തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അവരിട്ടിട്ട് അതിന്റെ ഫോട്ടോസ് ഇങ്ങനെ സൈഡിൽ എന്നിട്ട് ഇൻസ്പയർഡ് നെക്ലസ് ചോക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ റീൽസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു നെക്ലേസ്. നല്ല ഭംഗിയില്ല കാണാൻ. നല്ല ഒരു പോൾക്ക ബീഡ്സ് ഒക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു റൂബി പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഒരു ചോക്കറാണ്. അതിൻ്റെ തന്നെ കമ്മല്, ഇപ്പോഴത്തെ കുറേ ഈ കമ്മലുകൾ പണ്ടൊക്കെ ഇങ്ങനെ പെയറിങ് കമ്മലുകളൊക്കെ മിക്കവാറും ജുംക്കയായിട്ടാണ് വന്നിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇതുപോലത്തെ ഹാങ്ങിങ്സ് പോലത്തെ ഉള്ള സ്റ്റഡ് ഹാങ്ങിങ്സ് ആണ് ഇപ്പം മിക്ക ജ്വല്ലറീസിനും പെയറായിട്ട് വരുന്നത്. എന്നാലും നല്ല ഭംഗിയില്ലേ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വേസ്റ്റ് ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇടാൻ പറ്റില്ല. ഇതൊക്കെ നമ്മുടെ കല്യാണത്തിന്റെ പ്രീ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് മേടിച്ചതായിരുന്നു. ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ള പ്ലാനില്. പക്ഷെ പ്ലാനൊക്കെ 8 നില പൊട്ടിയ കാരണം ഇതൊന്നും യൂസ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയില്ല. ഇനി നമ്മൾ എന്തായാലും നെക്സ്റ്റ് ടൈം ഇതൊന്ന് യൂസ് ചെയ്യും. ഇതാണ് കല്യാണത്തിൻ്റെ തലേന്ന് ഇടണം എന്ന് വിചാരിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള ആ ഒരു ജ്വല്ലറി ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് ലെഹങ്ക പോലെ ഞാൻ തന്നെ ഡിസൈൻ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഹെൽത്ത് വീണ്ടും പ്രശ്നമായതുകൊണ്ട് ഞാൻ അത് ചെയ്തില്ല. അങ്ങനെയാണ് സാരിയിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്ത്. പക്ഷെ അന്ന് ഇടാൻ പറ്റിയില്ല. പക്ഷെ നല്ല ഭംഗിയുള്ളൊരു ജ്വല്ലറി കേട്ടോ. അപ്പോൾ ഇതാണ് ആ ജ്വല്ലറി. എന്തെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വരികയാണെങ്കിൽ നമുക്ക് ഇട്ട് നമുക്കൊന്ന് സ്റ്റൈൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ ആ ജ്വല്ലറി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ അതെ നെക്സ്റ്റ് വൺ ഒരു സെറ്റാണ്. അത് ഇട്ട് കാണിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ. ഇതൊരു എന്താ പറയാന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയാം. നല്ല അടിപൊളി കാണാൻ. എനിക്ക് തമിഴ്നാട് സ്റ്റൈൽ ജ്വല്ലറി. ഇതും എൻ്റെ കസിൻ കൊണ്ടുപോകാൻ തന്നാണ്. ഞാൻ ഇട്ട് കാണിച്ചത് അപ്പോഴേ മനസ്സിലാവുള്ളൂ. കണ്ടോ, ഇതൊരു തമിഴ്നാട് സ്റ്റൈൽ ആയിട്ടുള്ളൊരു നെക്ലേസ് ആണ്. നല്ല ഭംഗി കേട്ടോ. ഞാൻ ഇത് എന്നാ ഇടാൻ പറ്റാൻ സത്യം പറഞ്ഞാൽ എനിക്കല്ല. ഞാൻ അതുല്യയുടെ കല്യാണത്തിന് പറ്റുകയാണെങ്കിൽ ഇത് എന്തായാലും ഇടും. ഇതുപോലെ രണ്ടും സെയിം ആണ്. ഒന്ന് ലോങ് ചെയിനും ഒന്ന് ഷോർട്ട് ചെയിനായിട്ട് വരുന്നതാണ്. അതിൻ്റെ തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെയാണല്ലോ, നമ്മൾ റിലേറ്റീവ്സും കല്യാണത്തിന് ഫുൾ ജ്വല്ലറീസ് ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ലുക്കിലല്ല അവർ വരാം. ഇങ്ങനത്തെ ഒരു സാധനം കാണുമ്പോൾ ചിരിയൊന്നും വരണ്ട കേട്ടോ. എനിക്കെന്നെ ചിരി വരുന്നുണ്ട്. അത് നോക്കിയിട്ട് കാര്യമില്ല, ചിരിക്കരുത്, ആരും ചിരിക്കരുത് ഗൈസ്. പിന്നെ അതിൻ്റെ തന്നെ കമ്മല് നല്ല ഭംഗിയില്ലേ കാണാൻ? അടിപൊളിയല്ലേ? നല്ല ഭംഗിയില്ലേ കാണാൻ? ഇതാട്ടോ ആ ചെയിൻ്റെ ക്ലോസ് ആയിട്ടുള്ള വീഡിയോ. നല്ല ഭംഗിയില്ലേ? നല്ല AD സ്റ്റോൺസിൻ്റെ വർക്കൊക്കെ വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ചെയിനാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഓഫ് മൈ ജ്വല്ലറി കളക്ഷൻ എന്ന് പറയില്ലേ രമേശ്, ഒരുപാട് താങ്ക്സ്. അതേ പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ജ്വല്ലറി ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചതായിരുന്നു. പക്ഷേ കല്യാണത്തിൻ്റെ സമയത്ത് ആഗ്രഹിച്ച് മേടിച്ചെങ്കിലും എനിക്കത് ഇടാൻ പറ്റില്ല. അതിൻ്റെ ഇയറിങ്സ് ആണ്, പിന്നെ അതിൻ്റെ മാട്ടി പോലത്തെ വരുന്ന സാധനം. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്കിത് ഇടാൻ പറ്റുന്ന ഒരു അവസരം വരുമ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ സ്റ്റൈൽ നല്ല ഭംഗി, നല്ല ഇഷ്ടമാവും ചെയ്തു എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇത് രണ്ടെണ്ണം ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ പാലക്ക മേടിച്ചത്. ഇതൊരു മീഷോ പാലക്കയാണ്. അതിൻ്റെ ഒരു ക്വാളിറ്റി ഇതിനെ കാണുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിച്ചത്. പക്ഷേ സംഭവം നല്ല കിട്ടു സാധനമാണ്. ആർക്കെങ്കിലും ഒരു പാലക്ക മാലക്ക മേടിക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് മേടിക്കുന്നത് ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. കുറച്ചുകൂടി അഫോർഡബിൾ പ്രൈസിലാണ്. എനിക്ക് തോന്നുന്നു 300 സംതിങ്ങിലോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് ഏതെങ്കിലും ജ്വല്ലറീസിലൊക്കെ വില ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല വിലയാണ്. 1000-ന് കുറഞ്ഞൊരു 1 സ്റ്റോൺ ആയിട്ടുള്ള പാലയ്ക്ക് പോലും നമുക്ക് അവൈലബിൾ അല്ല. അത്രയും വിലയാണ് പാലയ്ക്ക്. മേ ബി അതിനൊരു മേക്കിംഗ് ചാർജ് അങ്ങനെയായിരിക്കും, അതുകൊണ്ടായിരിക്കും. എന്നാൽ ആ പാലയ്ക്ക് ഇടണം എന്ന് താല്പര്യമുള്ള ആളുകൾക്കൊക്കെ മേടിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ്
പാലക്കാമാലയാണിത്. നല്ല ഭംഗിയുള്ളൊരു പാലക്ക. ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. പാലക്ക ഇട്ടിട്ടുള്ള ലുക്ക് നല്ല ഭംഗിയില്ലേ കാണാൻ. നമ്മളൊരു ഞാൻ പറഞ്ഞല്ലോ പാലക്ക അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതിൻ്റെ ഒരു റെപ്ലിക്ക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യും കേട്ടോ. കാരണം ഇതിന്റെ ലിങ്ക് എൻ്റെ അടുത്തുണ്ട്. ബാക്കിയൊക്കെ ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചതായതുകൊണ്ട് എൻ്റെ അടുത്ത് ലിങ്ക് ഇല്ല. ലോട്ടസ് ചെയിൻ്റെ ലിങ്ക് എൻ്റെ അടുത്തുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഗ്രീൻ പോൾക്ക വന്നിട്ടുള്ളൊരു പിങ്ക് റൂബി സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ളൊരു ഇതില്ലേ, അതിൻ്റെയും ലിങ്ക് എൻ്റെ അടുത്തുണ്ട്. ഞാൻ കല്യാണത്തിൻ്റെ തലേന്ന് ഇടണം എന്ന് വിചാരിച്ച് മേടിച്ചു, പക്ഷെ ഇടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞേ. അതിൻ്റെയും ലിങ്ക് എൻ്റെ അടുത്തുണ്ട്, ഇതിൻ്റെയും ലിങ്ക് എൻ്റെ അടുത്തുണ്ട്, വേറെ ഒരെണ്ണം ഉണ്ട്, അതിൻ്റെയും എൻ്റെ അടുത്തുണ്ടാവും. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്തുള്ളൂ. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പാലക്ക ചെയിനൊക്കെ എപ്പോഴെങ്കിലും സെറ്റ് സാരിയുടെ കൂടെ അല്ലെങ്കിൽ പട്ട് സാരിയുടെ കൂടെ ഒക്കെ ഇടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടൊരു ഓപ്ഷനാണ്. നല്ല അടിപൊളിയെ കാണാൻ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെടും. പേഴ്സണലി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. 300 രൂപ കൊടുത്തതിൽ 300 രൂപയ്ക്കുള്ള മുതലുണ്ട്, അത് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതാണ് ആ ഒരു ചെയിൻ. 300 രൂപയ്ക്ക് എന്തായാലും ഞാൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാലക്കാമാല എന്തായാലും നമ്മുടെ സ്റ്റോറുകളിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊന്നും കിട്ടുന്ന എനിക്ക് തോന്നണില്ല. എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ പേഴ്സണലി നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഇത് വന്നിട്ട് ഇതുവരെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഷോർട്സിൽ ഞാൻ കാണിക്കാൻ വീഡിയോ എടുത്തെങ്കിലും ഇതുവരെ ഇട്ട് നോക്കിയിട്ട് ഉണ്ടായിരുന്നില്ല. നല്ല ഭംഗിയുണ്ട്. ഞാൻ എന്തായാലും ഇതിട്ടിട്ടൊരു വീഡിയോ എന്തായാലും ഞാൻ വേറെ ചെയ്യും കേട്ടോ. നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്താലോ എന്ന് തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ഞാൻ നെക്സ്റ്റ് മാല കാണിച്ചാൽ ചിലപ്പോൾ ഞാൻ ഇതിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. എനിക്ക് ഇങ്ങനത്തെ ഓർണമെന്റ്സ് ഒക്കെ ഇഷ്ടമാണ്. വല്ലപ്പോഴും ഇടുമെങ്കിലും ഭംഗിയുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്കിത് വിയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇതൊരു അടിപൊളി ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നെക്സ്റ്റ് വൺ നമ്മുടെ ഒരു ഇപ്പോഴത്തെ ട്രെൻഡിങ് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇൻവിസിബിൾ ചെയിനിൽ വരുന്ന ലോക്കറ്റാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് ഒരു താമര ലോട്ടസ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. കറക്റ്റ് താമര ഒന്നല്ല, എന്നാൽ താമരയുടെ ഷേപ്പ്. പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് സിമ്പിൾ ആയിട്ടൊക്കെ വെയർ ചെയ്യണം എന്ന് തോന്നുന്ന സമയത്ത് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഓപ്ഷൻ ആട്ടോ. ഇപ്പോഴത്തെ ഈ സാധനം കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ നല്ല അഫോർഡബിളും ആണ്. 130 റുപ്പീസ് അത്രേ ഇതിന് വന്നിട്ടുള്ളൂ. നല്ല സ്റ്റോൺസ് ഒക്കെ നല്ല വൃത്തിയുള്ളതാണ്. ഈ 131 രൂപയുടെ സാധനം എന്ന് പറയുമ്പോൾ ക്വാളിറ്റി കുറവാണെന്ന് വിചാരിക്കണം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. പിന്നെ നമ്മൾ ഏത് സാധനവും അത് ക്വാളിറ്റി ഉള്ളതാണെങ്കിലും അല്ലെങ്കിലും എക്സ്പെൻസീവ് ആണെങ്കിലും നോൺ എക്സ്പെൻസീവ് ആണെങ്കിലും നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന പോലെ ഇരിക്കും കേട്ടോ. ഏതിൻ്റെയും ലൈഫും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡ്യൂറേഷനും ഒക്കെ അങ്ങനെ തന്നെയാണ്. അല്ല നമ്മൾ അവിടെ ഇവിടെ ഇട്ടിട്ട് പോയിട്ട് അത് ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും. പിന്നെ അതെ അതിൻ്റെ കമ്മൽ ഒരു ലോട്ടസിൻ്റെ തന്നെ ഒരു സ്റ്റഡ് പോലത്തെ വരുന്ന ഒരു കമ്മലാണ്. നല്ല ഭംഗിയുണ്ട്. ഇതിലൊക്കെ ഞാനൊരു ക്ലോസ് വീഡിയോ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ജുവല്ലറി കളക്ഷൻസ്. അതിൽ ചെയിൻസ് വരുന്നത്. ഇനി ഞാൻ മടിപ്പിക്കുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ജുവല്ലറീസിൽ എൻ്റെ ജുംക്കാസ് ഒന്ന് പെട്ടെന്ന് കാണിച്ചിട്ട് പോകാം. ജുംക്കയുടെ ഒന്നും ഞാൻ ക്ലോസ് വീഡിയോ കാണിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് മടുക്കും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ ഞാൻ ഏതിൻ്റെങ്കിലും സെപ്പറേറ്റ് വീഡിയോ ഷോർട്സ് ആയിട്ട് ചെയ്യാം. ഇതാണ് കേട്ടോ ഫസ്റ്റ് ഒരു ജുംക്ക. ഇതും അത്യാവശ്യം നല്ല വർഷങ്ങളായിട്ടോ. നല്ല വർഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരു 4-5 വർഷമായിട്ടുണ്ടാവും. അതിൻ്റെ കളർ പോലും ഇതുവരെ മങ്ങിയിട്ടില്ല. ഞാൻ അങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നതാണ്. നെക്സ്റ്റ് വൺ ഒരു കുഞ്ഞു ജുംക്കയാണ്. അതും അത്യാവശ്യം ഒരു 3 വർഷം എന്തായാലും ആയിട്ടുണ്ടാവും. ഇതിന് 3 വർഷമായിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞതിന് 4 കണ്ടാൽ പോരാ, ഏകദേശം 5 വർഷത്തോളം ആയിട്ടുണ്ടാവും. ഇത് 3 വർഷമായിട്ട്. ഇതൊക്കെ ഞാൻ ഓൺലൈനിലല്ല മേടിച്ചത്, ഒക്കെ ഓഫ്ലൈനായിട്ട് മേടിച്ചതാണ്. ഫസ്റ്റ് കാണിച്ച ഈ ജുംക്കില്ലേ, ഇത് ഓൺലൈൻ മേടിച്ചതാണ്, മീഷോ മേടിച്ചതാട്ടോ. അത് ഞാൻ പറഞ്ഞു 4-5 വർഷം എന്തായാലും കാണും. ഇത് കോഴിക്കോട് SM സ്ട്രീറ്റിൽ നിന്ന് മേടിച്ചതാണ്. നല്ല ഭംഗിയുള്ളൊരു ജുംക്കയാണ്. ഇത് 2 തട്ടുള്ളൊരു ജുംക്കയാട്ടോ. ഇത് ഞാൻ കല്യാണ സമയത്ത് മേടിച്ചതാണ്. പക്ഷെ എനിക്ക് ഇടാൻ പറ്റിയില്ല. അന്ന് എന്തോ വയ്യാത്തത് കാരണം ആണെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു, തലവേദനയായിരുന്നു. അത് കാരണമാണ് ഞാൻ ഇടാഞ്ഞത്. നെക്സ്റ്റ് ഞാൻ മിക്കവാറും എല്ലാ വീഡിയോസിലും എൻ്റെ അത്യാവശ്യം നല്ലൊരു ബ്രൈഡൽ അല്ലെങ്കിൽ ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ പട്ടുസാരിയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഇടുന്നൊരു ജുംക്കയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇതൊരു ബ്രൈഡൽ ജുംക്കയാട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ബ്രൈഡൽ ജുംക്കയാണ്. നല്ല ഭംഗിയില്ലേ? കാരണം
അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ജുംക്ക. ഇതും ഞാൻ കോഴിക്കോട് SM സ്ട്രീറ്റിൽ നിന്ന് മേടിച്ചതാണ്. കോഴിക്കോട് SM സ്ട്രീറ്റിൽ ആ ഷോപ്പിന്റെ പേര് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. ഞാൻ മിക്കവാറും എല്ലാം അവിടെ നിന്ന് തന്നെയാണ് മേടിക്കാറ്, ഈ ബ്രൈഡൽ ടൈപ്പ് ഓഫ് ജുംക്കാസ് ഒക്കെ. നെക്സ്റ്റ് ഒരു ജുംക്ക, ഒരു റൂബി സ്റ്റോണിൽ വരുന്നൊരു ജുംക്കയാണ്. ഇത് ഞാൻ ട്രിവാൻഡ്രത്ത് CM കല്യാണം ക്ഷണിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ അന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അന്ന് മേടിച്ച ആ ഒരു ചെയിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ഒരു ജുംക്കയാണ്. നല്ല ഭംഗിയാട്ടോ കാണാൻ, നല്ല രസമുള്ള ഒരു ജുംക്കയാണ്. ഇത് ഞാൻ ഇട്ടിട്ടുണ്ടോ ചോദിച്ചാൽ ഇട്ടിട്ടില്ല. ഇടാൻ ഇതിന് അവസരം വരികയാണെങ്കിൽ എന്തായാലും ഇടും. ഇതും നല്ല ഭംഗി. ഇതൊരു ചെട്ടിനാട് ഫിനിഷിങ്ങിൽ വരുന്നൊരു ജുംക്കയാണ്. ഇതെനിക്ക് തോന്നുന്നു പറക്കാട് ജ്വല്ലേഴ്സ് ആണോ, ഓർമ്മയില്ല, കറക്റ്റ് ഓർമ്മ വരുന്നില്ല. അങ്ങനെ ഏതോ ഒരു ജ്വല്ലേഴ്സിന് മേടിച്ചതാണ്, മറന്നുപോയി ഞാൻ പേര്. എന്തായാലും നല്ല ഭംഗിയുള്ളൊരു ജുംക്കയാണ്. അപ്പോൾ അതേ ഞാൻ ഇത്ര സാധനങ്ങളെ കാണിക്കുന്നുള്ളൂ കേട്ടോ, കാരണം ഇനിയും കാണിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ബോറടിക്കും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ 2-3 ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. അത് ഞാൻ അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. ഇതിന് ലിങ്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് ഇട്ട് കൊടുക്കാം, ലിങ്ക് ഇട്ട് തരാം. പിന്നെ ഇത്രയും കേട്ടോ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ വളകളൊന്നും ഞാൻ കാണിക്കുന്നില്ല, വളകളൊക്കെ ഉണ്ട്. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് കുപ്പികളെ കാണിക്കുന്ന ദിവസം ഞാനത് കാണിക്കാം. കുപ്പികൾക്ക് ഒരുപാട് കുപ്പികളുണ്ട്, അപ്പോൾ അത് കാണിക്കണമെങ്കിൽ വലിയ വീഡിയോ തന്നെ വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത്. ഇത് എന്നോട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണിക്കാന്ന് ചോദിച്ചത് കൊണ്ടാട്ടോ ഞാൻ കാണിച്ചത്. അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റാ.